ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും നമ്മുടെ ചേറാൻ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം പെരുക്കമായത് കാരണം നമുക്ക് ചേറാൻ അടി കുറവാണ്. കാരണം വെച്ചാൽ ഈ കണ്ടൽക്കാട്ടിന്റെ ഇടയ്ക്കാണ് നമ്മൾ കയറി അടിക്കുന്നത്. ഈ കാട്ടിന്റെ ഇടയ്ക്കാണെങ്കിൽ ഏറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലോട്ട് കയറി നിൽക്കാൻ ഒരുപാട് പൊത്തുകളുണ്ട്. ഇറക്കം വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് വെള്ളം ഇറക്കം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേറടി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ സ്വിം ഷോട്ടിലോട്ട് തിരിഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ഇറക്കം വന്നെന്ന് പറഞ്ഞ് നമ്മുടെ അരിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോഴേ നമ്മൾ വണ്ടി എടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് നേരെ അവിടുന്ന് സാധനം കൊണ്ട് ഒറ്റ പോക്ക്. ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. കാരണം ഇരിക്കുന്നുണ്ട പുള്ളിക്ക് നമ്മളൊരു സ്പിന്നിങ് റീലാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ബൈക്കാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വന്ന് കാസ്റ്റിംഗ് തുടങ്ങി. നമുക്ക് പക്ഷേ ഒരു രക്ഷയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറക്കം വന്ന് തുടങ്ങിയുള്ളൂ. ഇനി ശകലം കൂടെ കഴിയണം. അപ്പോഴത്തേക്ക് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അടിക്കാനും ചാൻസ് വളരെ കുറവാണ്. എന്നാലും കിട്ടുന്ന ടൈമിൽ അടിക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ രണ്ടും കൂടെ പോയി. ആ സ്പോട്ടിലൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുഴഞ്ഞൊരു 10 മിനിറ്റ് തുഴഞ്ഞിട്ട് നമ്മൾ പഴയ ഒരു സ്പോട്ടിലെത്തി. ആ സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സ്ട്രൈക്കും ഹെവി മീനും കിട്ടിയിട്ടുള്ള ഒരേ ഒരു സ്പോട്ട് അതാണ്. അവിടെ നമ്മൾ പ്രതീക്ഷയോടെ പോയി. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഫ്രോഗ് വെച്ചിട്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് പോയി. കാസ്റ്റ് ചെയ്തൊക്കെ മീനിൻ്റെ ചെറിയ ആക്ടിവിറ്റീസ് അവിടെ കണ്ടു. മീൻ തീറ്റ എടുക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ എറിഞ്ഞ് പയ്യെ അതിൻ്റെ ഇടയിട്ട് കളിപ്പിച്ച് നോക്കി. ആദ്യം ഒന്നും ഒരു അനക്കമില്ലാതെ നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് വലിച്ച് പെട്ടെന്ന് റിട്രൈവ് ചെയ്തിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാൻ നോക്കി. അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അരിച്ചേട്ടനും പറഞ്ഞ് ഉറപ്പുണ്ട്. കാസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോക്കി പയ്യെ നോക്കിയപ്പോഴത്തേക്ക് ഇതാ പെട്ടെന്നൊരു അടിയെന്ന് വെച്ചാൽ പടക്ക അടിയായിരുന്നു. അടി പൊട്ടിയെന്നൊരു നിമിഷം ആ ഒരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ പിടിച്ച് അവനെ കഷ്ടപ്പെട്ട് എങ്ങനെയും കയറ്റാളത് അത്ര പറഞ്ഞു. വെച്ചാൽ ഫ്രണ്ടിലാണ്, ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. സാധാരണ നമ്മൾ സെൻട്രലിൽ നിന്നാണ് അടിക്കാറ്. പക്ഷേ ഫസ്റ്റ് ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയെങ്കിലും ആശാനെടുത്ത് പൊക്കി ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഭയങ്കര പിടച്ചിലായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ ലെങ്താക്കുന്നില്ല, ലാഗാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ഷോർട്ടാക്കി തന്നെയാണ് ഇടുന്നത്. പിന്നെ ആശാൻ ആ വലയിലൊരു ഇട്ടതിന് ശേഷമാണ് നമുക്കൊരു സമാധാനമായത്. കാരണം വെച്ചാൽ ഇതിനകത്ത് നിന്ന് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഫ്രോഗിൻ്റെ അവസ്ഥ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്കും. ഫ്രോഗിൻ്റെ അവസ്ഥ ഉണ്ടോ മച്ചാമാരെ? കുറേ നേരം എഴുതിയെടുപ്പോൾ ഇതൊന്ന് സെറ്റായത്. ഇപ്പോൾ ഊരി പോയനായിട്ടാണ്. റബ്ബർ സൂപ്പർ ക്വാളിറ്റി.